തങ്ങളാണ്. നമ്മുടെ എല്ലാ ഇമാമുകളും അബുൽ ഹസനിൽ അശ്അരി തങ്ങളെ കണ്ടില്ലേ? റമളാനിലെ 3 10 റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. ഒന്നാമത്തെ 10 കാണുന്നു, ഉൻസുറൽ മദാഹിബൽ മർവിയത അന്നി യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസനെ നീ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാകണം. രണ്ടാമത്തെ 10 നബി തങ്ങൾ വന്ന് വിളിക്കുന്നു, ഓ അബുൽ ഹസനെ നീ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാകണം. അന്ന് മുഅ്തസിലി വാദക്കാരനാണ്. അപ്പൊ എങ്ങനെ ഇത് മാറണോന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ആശങ്കപ്പെട്ടു നിന്ന മഹാൻ മൂന്നാമത്തെ 10 27 നാട്ടിലുള്ള എല്ലാവരും ഖത്മുൽ ഖുർആന്റെ മജ്ലിസിലാണ്. പോകാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ അതാ എന്റെ അരമനയിലേക്ക് ഞാൻ മയങ്ങിയപ്പോഴേക്ക് റസൂലുള്ള വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് പറയുകയാണ്, യാ അബുൽ ഹസൻ, ഓ അബുൽ ഹസനെ നീ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാകണം. അപ്പോഴങ്ങ് പറഞ്ഞു, തങ്ങളെ ഞാൻ മാറിക്കോളാം, പക്ഷേ ഞാൻ മുഅ്തസിലി ആയിരുന്നില്ലേ എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്താൽ ഞാൻ എന്തു ചെയ്യും? ഓ അബുൽ ഹസനെ അങ്ങനത്തെ ചോദ്യം തന്നെ വരില്ല എന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ അശ്അരി അഖീദയുടെ നേതാവിനെ പിടിച്ചു തന്നത് റസൂലുള്ളാഹിയാണ്. തബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാമിൽ അശ്അരി എന്ന കിതാബിൽ ഇബ്നു അസാകിർ തങ്ങൾ ഈ സ്വപ്നം പറഞ്ഞിട്ടുണ്ട് മുത്തഅല്ലിമീങ്ങളെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രണയം വെച്ച് ഇന്ന് നമ്മളൊരു 4 സ്വലാത്ത് ചൊല്ലുന്നത് ലക്ഷ്യം മറ്റൊന്നുമല്ല, ഹബീബ് തങ്ങളെ ഒന്ന് കാണണം. ഒന്ന് പോരാ, ഒരുപാട് തവണ ജീവിതകാലത്ത് സ്വപ്നത്തിൽ കണ്ട് അവിടുത്തെ മുഖമറിഞ്ഞ് അവസാനം അവിടുത്തെ തിരുസവിധത്തിലെത്തി ഹബീബിനെ സിയാറത്ത് ചെയ്ത് മരണപ്പെടുന്ന സമയത്ത് അവിടുത്തെ മുഖം കണ്ടു മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് നീയത്ത് വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം. ദുആ ചെയ്യുമ്പോൾ ആ നീയത്തോടെ ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ ഖൽബുകൾ മദീനയിലേക്ക് അടുപ്പിച്ചു തരട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ يا أكرم الخلق ما لمن نلوذ به سواك عند حلول الحادث العميم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم. مولاي الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملكك يا الله. لك الحمد يا الله، لك الحمد يا الله، لك الحمد يا الله، ولك الحمد حتى تحب وترضى. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനേ, നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബുകൾ ഇതുകൊണ്ട് നന്നാക്കി തരണം റഹ്മാനേ. ഇമാമീങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇബാദത്ത് വർദ്ധിപ്പിക്കുന്ന, തഖ്വ വർദ്ധിക്കുന്ന, സലാഹിയത്ത് ഉണ്ടാകുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ.